എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത്തവണ വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ട്. താഴെ വീണ് പൊട്ടാതിരിക്കാൻ വേണ്ടി കുട്ടികൾ കയറി പറിക്കുന്നുണ്ട്. പഴുപ്പിക്കാനുള്ള മാങ്ങയായതുകൊണ്ട് തുണിയിൽ പിടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പഴുത്തു കഴിയുമ്പോൾ മാങ്ങ കേടായി പുഴു വരാറുണ്ടോ? പലതവണ മാങ്ങ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ ഏറ്റവും പെർഫെക്റ്റായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പാത്രം എടുക്കുക. അതിൽ 2 സ്പൂണ് നിറയെ ഉപ്പിട്ട് കൊടുക്കുക. കൂടെ തന്നെ ചൂടുവെള്ളവും പാർന്നു കൊടുക്കുക. വെള്ളത്തിന് ചൂട് കൂടുതലായിപ്പോയാൽ മാങ്ങ കേടായി പോവുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ടോട്ടലി 7 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് 2 തരം മാവിലെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലിയ മാങ്ങയായതുകൊണ്ട് എനിക്കിപ്പോൾ 7 ഒന്നിച്ച് വെക്കാൻ പറ്റുകയില്ല. ഇതിൽ കുറച്ച് വെള്ളം കൂടുതലായിപ്പോയതുകൊണ്ട് അപ്പുറത്തെ ബൗളിലേക്ക് കുറച്ച് വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ 5 മാങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. മാങ്ങ വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പും വെള്ളവും എല്ലായിടത്തും തട്ടിയിരിക്കണം. എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണേ. നിങ്ങളെ കയ്യിൽ കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിൽ ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് ഉപ്പും ചൂടുവെള്ളവും പാർന്ന് കൊടുത്തതിന് ശേഷം മാങ്ങ അതിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രത്യേകം കാണിക്കുന്നത്. അങ്ങനെ എൻ്റെ മാങ്ങക്ക് എല്ലാ ഭാഗത്തും ഉപ്പും വെള്ളം ആയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാങ്ങ എടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് മാങ്ങ നല്ലോണം പഴുത്തിരിക്കും. 3 ദിവസം കഴിഞ്ഞിട്ടുള്ള മാങ്ങയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്ത മാങ്ങ പഴുക്കുമ്പോൾ തന്നെ നല്ലോണം കേടും പുഴുവും ഉണ്ടാകുന്ന മാങ്ങയാണ്. അത് നിങ്ങളെ മുന്നിൽ വെച്ച് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. കട്ട് ചെയ്താൽ അങ്ങനെ കഴിക്കാനും ജ്യൂസ് അടിച്ച് കുടിക്കാനും ഐസ്ക്രീം ആക്കാനും എല്ലാറ്റിനും പറ്റിയ മാങ്ങയാണ്. അതുകൊണ്ട് മാങ്ങ കേടായി പോകുമ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ മാങ്ങ വെക്കാൻ തുടങ്ങിയത് മുതൽ ഒരു മാങ്ങയും എനിക്ക് കളയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇതിപ്പോൾ തോല് കളയുന്നത് മറ്റൊരു മാവിലെ മാങ്ങയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ടൈപ്പ് മാങ്ങ എടുത്തിട്ടുള്ളത്. ഇതും നല്ലോണം പഴുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് അധിക വീട്ടിലും മാങ്ങ ഉണ്ടാവുമല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ കാണിച്ച പോലെ നിങ്ങൾ മാങ്ങ വെച്ച് നോക്ക്. മാങ്ങ ഒന്നും കേടായിട്ട് കളയേണ്ടതായിട്ട് വരില്ല. ഇങ്ങനെ കൂടുതൽ മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ പഴുപ്പിച്ച് കട്ട് ചെയ്ത് മിക്സിയിലടിച്ച് പൾപ്പാക്കി ഫ്രീസറിൽ വെച്ചാൽ മാങ്ങ ഇല്ലാത്ത സമയം നമുക്കെടുത്ത് ജ്യൂസാക്കിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ 2 മാങ്ങയാണേ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ബാക്കിയുള്ള മാങ്ങയും കൂടി ഞാനിതാ കാണിക്കുന്നുണ്ട്. ഒന്നിനും ഒരു കേട് പോലും സംഭവിച്ചിട്ടില്ല. എല്ലാം നല്ല ഫ്രഷ് മാങ്ങയായി പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രക്കേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.